അടുത്ത നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്താവും, അബീലിയൻ ആവും. അബീലിയൻ ആണെങ്കിൽ സൈക്ലിക് ആവണം നിർബന്ധമല്ല, പക്ഷെ സൈക്ലിക് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്താവും, അബീലിയൻ ആവും. സൈക്ലിക് ഗ്രൂപ്പ് വെച്ചാൽ എന്താന്ന് നമ്മൾ പഠിച്ചേ, അതിനൊരു ജനറേറ്റർ ഉണ്ടാവും, അതായത് ഒരു എലമെന്റ്. ആ എലമെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിനും എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം അസ്യൂം ചെയ്തു ജി ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ്. ആ സൈക്ലിക് ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആണ് എ. അപ്പൊ ജി ഈക്വൽ ടു ആ ഫുൾ സെറ്റ് ജിന് നമുക്ക് ആരിൽ നിന്ന് കിട്ടും, എയിൽ നിന്ന് കിട്ടും. അതാണ് ജി ഈക്വൽ ടു എ റേസ് ടു എൻ, വേറെ എൻ എലമെന്റ് ഓഫ് സെഡ് എന്ന് എഴുതി. കണ്ടോ, എൻ എലമെന്റ് ഓഫ് സെഡ്. നമ്മൾ അബീലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്, എക്സ് വൈ ഈക്വൽ ടു വൈ എക്സിന് എങ്ങനെയും കിട്ടിയാൽ മതി. ഞാൻ ആർബിറ്ററി ആയിട്ട് എക്സും വൈയും ഗ്രൂപ്പിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഈ എക്സ് എലമെന്റ് ഓഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കണം, ഈ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് എ റേസ് ടു എൻ എന്ന രൂപത്തിൽ ഇരിക്കണം. എക്സ് എലമെന്റ് ഓഫ് ജി എന്ന് പറഞ്ഞു, അപ്പൊ എക്സ് ഈക്വൽ ടു എ റേസ് ടു എൻ. അതേപോലെ തന്നെ വൈ എലമെന്റ് ഓഫ് ജി എന്ന് പറഞ്ഞു, അപ്പൊ വൈ ഈക്വൽ ടു എ റേസ് ടു എം. വേറെ എന്നും എം ഒക്കെ ആരാണ്, ഇൻറ്റീജേഴ്സ് ആണ്. അപ്പൊ ഞാൻ എന്ത് പ്രൂവ് ചെയ്യണം, എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ് എന്ന് കിട്ടണം. അപ്പൊ എനിക്ക് ഇവിടുന്ന് എന്ത് എഴുതാം, എക്സ് എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു എം. നമുക്ക് എങ്ങനെ എഴുതാം, എ റേസ് ടു എൻ പ്ലസ് എം എന്ന് എഴുതാം. ഇത് തിരിച്ചെഴുതിക്കൊണ്ട് തെറ്റുണ്ടോ, എ റേസ് ടു എം പ്ലസ് എന്നും എൻ പ്ലസ് എം എന്ന് പറയുന്നതും എം പ്ലസ് എൻ എന്ന് പറയുന്നത് സെയിം ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ വൈ ഇൻറ്റു എക്സ്. അപ്പൊ ജി ഈസ് എൻ അബീലിയൻ എന്ന് കിട്ടി. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് ആണ് സബ് ഗ്രൂപ്പ്. നമുക്ക് ഇത് നമ്മുടെ ഗ്രൂപ്പാണ്, ഓക്കെ. അതിനൊരു എന്തുണ്ട്, ഒരു സബ്സെറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. സബ്സെറ്റ് എപ്പോഴാണ് ഒരു സബ് ഗ്രൂപ്പ് ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എച്ചിന് ഗ്രൂപ്പിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവണം. ഗ്രൂപ്പിന് 4 പ്രോപ്പർട്ടീസ് ആണുള്ളത്. അതേപോലെ തന്നെ എച്ചിനും ഈ 4 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഇതാണ് സബ് ഗ്രൂപ്പ് പറയുന്നത്, ജി ബി എ ഗ്രൂപ്പ് ആൻഡ് എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ജി. Then H is a subgroup of G if H itself is a group under some binary operation of G. Under some binary condition of G. അപ്പോ ഒരു സബ് ഗ്രൂപ്പ്, ഇപ്പോ ജിന് കുറെ സബ് ഗ്രൂപ്പ് ഉണ്ട്. ജിന് ജി തന്നെ എന്താണ്, ഒരു സബ് ഗ്രൂപ്പ് ആണ്. അതേപോലെ തന്നെ ഫൈ നൾ സെറ്റ് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആണ്. ഇവര് ട്രിവിയൽ ആയിട്ടുള്ള സബ് ഗ്രൂപ്പ് ആണ് ആര്, ഫൈ. അതേപോലെ തന്നെ എന്താണ്, കുറച്ച് സബ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഫൈനെയും ജീനെയും നമുക്ക് പ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ കറക്റ്റായി കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു സബ് ഗ്രൂപ്പിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, പ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുക. അപ്പൊ ഈ സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാൻ ഇങ്ങനെ എക്സാമിന് ചോദിക്കും, പ്രൂവ് ദാറ്റ് ദിസ് ഈസ് എ സബ് ഗ്രൂപ്പ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കണ്ടീഷൻസും ചെയ്യണോ, വേണ്ട. എല്ലാ കണ്ടീഷൻസും ചെയ്യേണ്ട, 3 എണ്ണാണ് കാണിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നോൺ എംപ്റ്റി. മിക്കതും ഈ തന്ന ആളേല് ഐഡന്റിറ്റി ഉണ്ടാവും. അപ്പോ ആ ഐഡന്റിറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ നോൺ എംപ്റ്റി ആന്ന് പറയാ. പിന്നെ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ പഠിച്ചത് ക്ലോസർ ആണ്. അപ്പൊ നമ്മുടെ ഈ ഓപ്പറേഷൻ പ്രകാരം ക്ലോസർ ആണെന്ന് പറയണം. അതേപോലെ തന്നെ ഇൻവേഴ്സ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യേണ്ട അവിടെ എന്ന് കാണിക്കണം, എച്ചിൽ ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ എന്തൊക്കെയാണ് ആ 3 കണ്ടീഷൻ, നോൺ എംപ്റ്റി ആണ്, ക്ലോസർ ആണ്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ജി ഈക്വൽ ടു സെറ്റ് പ്ലസ് ആണ്, ഷോ ദാറ്റ് എച്ച് ഈക്വൽ ടു എൻ കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഈ കെ എന്താണ്, സെറ്റ് ആണ്. അത്രേ കണ്ടീഷൻ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം 0 എന്ന് പറയുന്ന നമ്പർ ഒരു ഇൻറ്റീജർ ആണ്. അപ്പൊ എച്ചിൽ ആരുണ്ടായിരിക്കും, ഞാൻ കെന് 0 കൊടുക്കുകയാണെങ്കിൽ എച്ചിൽ ആരുണ്ടായിരിക്കും, എച്ചിൽ 0 ഉണ്ടായിരിക്കും. സോ 0 എലമെന്റ് ഓഫ് എച്ച് ആയതുകൊണ്ട് അത് നോൺ എംപ്റ്റി ആന്ന് പറഞ്ഞു. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 2 എലമെന്റ്സ് എനിക്ക് എവിടെ നിന്ന് എടുക്കണം, എച്ച് നിന്ന് എടുക്കണം. ഞാൻ എന്ത് ചെയ്തു, എക്സ് എലമെന്റ് ഓഫ് എച്ച് എന്ന് എടുത്തു. ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന എലമെന്റ് ആയതുകൊണ്ട് അത് എങ്ങനെ ഇരിക്കുക, എച്ച് ഈക്വൽ ടു എൻ കെ വൺ. ഇതിൽ കെ വൺ ആരാണ്, കെ വൺ ഈസ് എൻ ഇൻറ്റീജർ. അടുത്തത് എന്താണ്, വൈ എന്ന് പറഞ്ഞ എലമെന്റ് ഞാൻ എവിടെ നിന്ന് എടുത്തു, എച്ച് നിന്ന് എടുത്തു. അപ്പൊ എച്ചിലിരിക്കുന്ന ആൾക്കാരൊക്കെ എൻ കെ എന്ന് പറഞ്ഞിട്ടായിരിക്കുക. അപ്പൊ വൈ ഈക്വൽ ടു എൻ കെ ടു. അപ്പൊ എന്ത് പറയാം, കെ ടു ഈസ് എൻ ഇൻറ്റീജർ. ഇനി എനിക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്, എക്സ് പ്ലസ് വൈ എച്ചിൽ ഉണ്ട് എന്ന് കാണിക്കണം അല്ലെ. അപ്പോ എന്ത് ചെയ്തു, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എച്ചിൽ നമ്മൾ എന്ത് എഴുതിയ, എൻ കെ വൺ പ്ലസ് വൈന് എന്ത് എഴുതിയ, എൻ കെ ടു.
എന്നിന്റെ അടുത്ത് പുറത്തേക്ക് ഇടുമ്പോൾ നമുക്ക് എന്ത് വന്നു? k1 plus k2. നമുക്കറിയാം k1 plus k2 ആരാണ്? ഇന്റീജർ ആണ്. k1 plus k2 is an integer. അപ്പൊ അത് എവിടെ ഉണ്ടായിരിക്കും? n ഇൻറ്റു ഇന്റീജർ ഒക്കെ എവിടെ ഉണ്ടായിരിക്കും? h ഉണ്ടാവും. സോ ക്ലോസർ ആണ്. ക്ലോസർ അണ്ടർ ഓപ്പറേഷൻ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് അടുത്തത് കാണിക്കാനുള്ളത്? അതിന്റെ ഉള്ളില് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. ഇപ്പൊ നമുക്ക് ഇതിൽ ഐഡന്റിറ്റി ആരായിരിക്കും? പ്ലസ് മാത്രം എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് സാധാരണ ഒരു പ്ലസ്. അപ്പൊ ഐഡന്റിറ്റി 0 ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? h എലമെന്റ് ഓഫ് h എന്ന് എടുത്തു. അപ്പൊ എന്തായാലും h ഈക്വൽ ടു nk1 where k1 is an integer ആണെന്ന് നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? there exists minus h. അതെന്താ മൈനസ് എച്ച്? മൈനസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k1 ഇന്റീജർ ആണെങ്കിൽ മൈനസ് k1ഉം ആരായിരിക്കും? ഒരു ഇന്റീജർ തന്നെ ആയിരിക്കും. വെറും മൈനസ് k1 ഈസ് ആൻ ഇന്റീജർ. നമുക്ക് സാധാരണ അഡീഷണൽ എന്താ അറിയാം? ഇപ്പൊ a എടുക്കുകയാണെങ്കിൽ മൈനസ് a ആണ് അതിന്റെ ഇൻവേഴ്സ് അല്ലെ? അപ്പൊ ഇവിടെ h nk1 എടുക്കുകയാണെങ്കിൽ nk1 മൈനസ് nk1 ആണ് എന്ത് വരിക? a എടുക്കുകയാണെങ്കിൽ മൈനസ് a. ഇവിടെ മൈനസ് nk1 ആണ്. അതിൽ k1 എന്ന് പറയുന്നത് നെഗറ്റീവ് ഇന്റീജർ ആയാൽ പോരെ? അപ്പൊ ഇതെന്തായാലും എവിടെ ഉണ്ടാവും? അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ പറയാനുള്ളത് there exists minus h such that എഴുതിയിട്ടില്ല അല്ലെ? such that എന്താണ്? nk1 മൈനസ് nk1 ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ പറയണത് മൈനസ് nk1 ആണ് ആര്? നമ്മുടെ ഇൻവേഴ്സ്. ഇനി മൈനസ് nk1 എവിടെ ഉണ്ടാവും? എവിടെ ഉണ്ടാവും? നമ്മുടെ എച്ചിൽ ഉണ്ടാവില്ലേ? കാരണം എന്താ വെച്ചാ h ഈക്വൽ ടു nk1 ആണ്. അത് k1 എന്താ പറയണത്? ഇന്റീജർ ആണ്. ഈ മൈനസ് k1ഉം ആര് തന്നെയാണ്? ഇന്റീജർ ആണ്. സോ n ഇൻറ്റു മൈനസ് k1 വേറെ മൈനസ് k1 എന്ന് പറയണതും ഇന്റീജർ ആണ്. ഈസ് ഇന്റീജർ. അതുകൊണ്ട് അതെന്ത് സംഭവിക്കും? മൈനസ് nk1 എലമെന്റ് ഓഫ് h ആണെന്ന് ഷുവറായി. അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചത് എന്താ വെച്ചാ മൈനസ് nk1 ആണ് ഇതിന്റെ ഇൻവേഴ്സ് എന്ന് കാണിച്ചു കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു? മൈനസ് nk1 എന്ന എലമെന്റ് എന്താണ്? h-ലുണ്ട്. ശരിക്കും ഇതാണ് ആദ്യം എഴുതേണ്ടത്. ഇത് എഴുതിയിട്ട് നമ്മൾ എന്ത് പറയുന്നു? മൈനസ് nk1 h-ലുണ്ടെന്ന് പറഞ്ഞിട്ട് മൈനസ് nk1 ആണ് നമ്മുടെ ഇൻവേഴ്സ് എന്ന് കൂടി പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കണം. അടുത്ത നമുക്കുള്ളത് h is a non-empty subset of G. h is a subgroup of G if and only if. നമ്മളിപ്പം സത്യം പറഞ്ഞാൽ ഈ പ്രൂഫ് കഴിഞ്ഞിട്ടാണ് ആ പ്രോബ്ലം എഴുതേണ്ടിരുന്നത്. കാരണം h സബ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ആ 4 കണ്ടീഷനും നോക്കണ്ട. പകരം നമ്മൾ എന്ത് നോക്കിയാൽ മതി? ക്ലോസർ ആണെന്നും ഇൻവേഴ്സ് ഉണ്ടെന്നും നോക്കിയാൽ മതി. അതാണ് ഈ തിയറം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോ എന്താ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇങ്ങനത്തെ പ്രൂഫ് ചെയ്യുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവൂലോ. അപ്പൊ അതിനു വേണ്ടി ചെയ്തതാണ്. ഇങ്ങനത്തെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ഇതാണെന്ന് അസ്യൂം ചെയ്തിട്ട് ഇതാന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യം നമ്മൾ അസ്യൂം ചെയ്തു h is a സബ് ഗ്രൂപ്പ് ഓഫ് എ G. അപ്പൊ h സബ് ഗ്രൂപ്പ് ഓഫ് എ G ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്ലോസറും ഇൻവേഴ്സ് എലമെന്റ് ഒക്കെ അവിടെ ഉണ്ടാവില്ലേ? ക്ലോസർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലമെന്റ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ എന്താ നമുക്ക് എഴുതാം? h is a സബ് ഗ്രൂപ്പ് ഓഫ് G. അതുകൊണ്ട് h സാറ്റിസ്ഫൈസ് ഓൾ കണ്ടീഷൻ ഓഫ് എ ഗ്രൂപ്പ്. അതുകൊണ്ട് ഈ രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് ഒരു പാർട്ട് നല്ല സിമ്പിളാ. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ എന്ത് കാണിക്കണം? ഈ രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഈ h എന്ന സബ്സെറ്റ് ആരായി മാറും? സബ് ഗ്രൂപ്പായി മാറും. അപ്പൊ നമ്മൾ എന്തെടുത്തു? കോൺവേഴ്സില് അസ്യൂം ദാറ്റ് h is a subset of a G and h satisfy the two condition. ഏതൊക്കെയാണ്? ഒന്ന് ക്ലോസർ ആണ്, അതായത് എ ബി എലമെന്റ് ഓഫ് h ആണെങ്കിൽ എ ബി എലമെന്റ് ഓഫ് h ആയിരിക്കും. എ എലമെന്റ് ഓഫ് h ആണെങ്കിൽ എ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് h ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? h is a സബ് ഗ്രൂപ്പിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം. അപ്പോ ഇവിടെ ക്ലോസറും പ്രൂവ് ചെയ്യണ്ട, അതേപോലെ തന്നെ ഇൻവേഴ്സിന്റെ കാര്യം പറയണ്ട.
ബാക്കി രണ്ട് കണ്ടീഷൻസ് ഉണ്ടല്ലോ, അതേതൊക്കെയാണ്? ഒന്ന് അസോസിയേറ്റീവ് ഉണ്ട്, ഒന്ന് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. അപ്പൊ അസോസിയേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? എ ബി സി എലമെന്റ് ഓഫ് എച്ച് എന്ന് പറഞ്ഞു. ഒരു സബ്സെറ്റ് ആണല്ലോ എച്ച്. അപ്പൊ എ ബി സി എലമെന്റ് ഓഫ് എച്ച് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് സെറ്റിൽ ഉണ്ടെങ്കിൽ, നമ്മൾ സെറ്റിന്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ കുഞ്ഞി സെറ്റിൽ ഇതിന്റെ ഉള്ളില് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജിയിൽ ഉണ്ടാവേണ്ടതല്ലേ? അപ്പൊ എ ബി സി എലമെന്റ് ഓഫ് എച്ച് ആണെങ്കിൽ എ ബി സി എലമെന്റ് ഓഫ് ജി ആണ് നമുക്ക് ഉറപ്പാ. ജി ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അതെന്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും? എ ഇൻറ്റു ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് സാറ്റിസ്ഫൈ ചെയ്യും ഫോർ ഓൾ എ ബി സി എലമെന്റ് ഓഫ് എവിടുന്ന നമ്മൾ എവിടുന്ന് എടുത്ത എച്ചിന്ന്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുമെന്ന് കിട്ടി. അപ്പൊ അതിന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാണ്ടല്ലോ, ഐഡന്റിറ്റി ഉണ്ട് എന്ന് കാണിക്കണം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ പറഞ്ഞിട്ടുണ്ട് എ ഉണ്ട്, അതിന്റെ ഇൻവേഴ്സ് ഉണ്ട് എന്ന് നമ്മുടെ കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ അസംഷൻ പ്രകാരം എ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത ഫസ്റ്റ് അസംഷൻ എന്തായിരുന്നു? ഇത് ക്ലോസർ ആണ്. ക്ലോസർ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഏത് രണ്ട് എലമെന്റ്സ് എടുത്തിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടണ്ടേ? കിട്ടുന്ന എലമെന്റും എച്ചിലുണ്ട് എന്നാണ് ക്ലോസറിന്റെ അർത്ഥം. അപ്പൊ ഞാൻ എന്റെ ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, എച്ചിലുണ്ട്. ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് ഐഡന്റിറ്റി ആണ്, ഈ എലമെന്റ് ഓഫ് എച്ച് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഐഡന്റിറ്റി എലമെന്റും എച്ചിലുണ്ട് എന്ന് കിട്ടി. ഐഡന്റിറ്റി എലമെന്റും എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ് ഈസ് വെരിഫൈഡ്. എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റും കൂടി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വെരിഫൈ ചെയ്തു. അതുകൊണ്ട് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് എ ജി എന്ന് നമുക്ക് കിട്ടി. അടുത്ത നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ജി ഈസ് എ ഗ്രൂപ്പ് ആണ് ആൻഡ് ഫൈ. അതായത് ഞാൻ ആ പ്രോപ്പർ ഫൈ ഒന്നും അല്ല എച്ച് ആയിട്ട് എടുത്തേക്കണേ, വേറെ എന്തോ എച്ച് വിത്ത് എച്ച് ഈസ് എ ഫൈനൈറ്റ്. ഫൈനൈറ്റ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഈ പ്രൂഫിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ ബൈനറി ഓപ്പറേഷൻ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്തെടുക്കാം? എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് ആദ്യം അസ്യൂം ചെയ്യുന്നു. എച്ച് ഈസ് എ ക്ലോസ്ഡ് അണ്ടർ ബൈനറി ഓപ്പറേഷൻ. അതിപ്പോ പ്രൂവ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് എ ജി ആണെങ്കിൽ അത് ജിയുടെ എല്ലാ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് എന്തായിരിക്കും? ക്ലോസ്ഡ് അണ്ടർ ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് പ്രൂവ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് എഴുതി വെച്ചു. ഇനി അവിടുന്ന് ഇപ്പുറത്തേക്കുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എച്ച് ഈസ് എ ക്ലോസ്ഡ് അണ്ടർ ബൈനറി ഓപ്പറേഷൻ എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കോൺവേഴ്സിൽ അസ്യൂം ദാറ്റ് എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ജി ആൻഡ് സാറ്റിസ്ഫൈ ക്ലോസ്ഡ് അണ്ടർ ഓപ്പറേഷൻ ഓഫ് എ ജി എന്ന് പറഞ്ഞിട്ടുണ്ട്. എച്ച് ഫൈനൈറ്റ് ആന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഇത് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് എന്ന് അങ്ങോട്ട് എത്തിക്കണം. അപ്പൊ ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ചെയ്ത് പോണത്. അപ്പൊ നമുക്കത് നോക്കാം. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ആദ്യം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ക്ലോസർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയണം? ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറയണം, ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറയണം. അസോസിയേറ്റീവ് ഒക്കെ എന്തായാലും ആയിക്കോളും, കാരണം അത് പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിലും ഇവിടെ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഇതിന്റെ കൺസ്ട്രക്റ്റീവ് പ്രൂഫ് എന്നാണ് ഇങ്ങനത്തേനെ പറയാ. പിന്നെ ഇതിന്റെ വേറെ രീതിയിലൊന്നും ചോദിക്കില്ലല്ലോ. ഇതിങ്ങനെ തരും, നമ്മൾ തിയറം പ്രൂഫ് കറക്റ്റായി ചെയ്യാം. ഈ മൊഡ്യൂളിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കണ്ട രീതിയിലുള്ള തിയറം പ്രൂഫ് തന്നെയല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ മാത്സ് മെയിൻ അല്ലല്ലോ ചെയ്യണത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ എന്ത് ചെയ്തു? എ എലമെന്റ് ഓഫ് എച്ച് എന്ന് എടുത്തു. ഇത് ക്ലോസ്ഡ് ആണെന്നുള്ള കണ്ടീഷനിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ള ഐഡന്റിറ്റീനെയും ഇൻവേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പോവാണ്.
അപ്പൊ ആദ്യം എ ഞാൻ എന്തെടുത്തു, എച്ച് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു എ എച്ചിൽ ഉണ്ടായിരിക്കില്ല. ഈ സാധനം ക്ലോസ്ഡ് ആയതുകൊണ്ട് ഏത് രണ്ട് എലമെന്റ്സ് എടുത്താലും അത് എച്ചിൽ ഉണ്ടാവണം. അപ്പൊ എ ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്, എ സ്ക്വയർ ആണ്. എ സ്ക്വയർ എലമെന്റ് ഓഫ് എച്ച് എന്ന് മനസ്സിലായി. ഇനി അടുത്തത് ചെയ്യുമ്പോൾ എന്ത് വരും, എ ക്യൂബ് എലമെന്റ് ഓഫ് എച്ച്. അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് വരും, എ റേസ് ടു എന്നും ആറും എസ് ഒക്കെ നമുക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, സിൻസ് എച്ച് ഈസ് ഫൈനൈറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ പ്രൂഫിന്റെ ആ ഫൈനൈറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സിൻസ് എച്ച് ഈസ് എ ഫൈനൈറ്റ്, എച്ച് ഫൈനൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം, അതായത് ഇതില് റിപ്പീറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. റിപ്പീറ്റേഷൻ ഇൻ കളക്ഷൻ, there is repetition in collection. അപ്പൊ ഞാൻ പറയാച്ച എത്ര വലിയ ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിലും നമുക്ക് ഐന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഐ റേസ് ടു 4 നമുക്ക് 1 ആണെന്ന് അറിയാം. അതുപോലെ തന്നെ ഐ റേസ് ടു 8 എന്ത് തന്നെയാണ്, 1 ആണ്. അപ്പൊ ഇവിടെ റിപ്പീറ്റേഷൻ വന്നിട്ടില്ലേ. എല്ലാ ഫൈനൈറ്റ് ഗ്രൂപ്പുകളിലും എലമെന്റ്സ് എന്താണ് സംഭവിക്കുന്നത്, റിപ്പീറ്റേഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്ത് എടുത്തു, there must exist some positive integer, there must exist some positive integer. ഈ ഇന്റീജറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ആർ ആൻഡ് എസ് സച്ച് ദാറ്റ് നമ്മൾ രണ്ട് പോസിറ്റീവ് ഡിഫറെന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് വലുതും മറ്റേത് ചെറുതായിരിക്കും. ഞാനിവിടെ അസ്യൂം ചെയ്തത് എൻ്റെ ആറാണ് വലുത്, എസ് ആണ് ചെറുത്. സച്ച് ദാറ്റ് എ റേസ് ടു ആർ ഈക്വൽ ടു എ റേസ് ടു എസ്. ഇവിടെ നമുക്ക് ഐ റേസ് ടു 4 എന്ന് പറയുന്നതും ഐ റേസ് ടു 8 എന്ന് പറയുന്നതും 1 ആണ്. അപ്പൊ എൻ്റെ ആറ് എന്ന് പറയുന്നത് 8ഉം എസ് എന്ന് പറയുന്നത് എന്താണ്, 4 ആണെന്ന് ഞാൻ എടുത്തു. അപ്പൊ ഞാൻ ഇവിടെ എന്തെടുത്തു, എ റേസ് ടു ആർ ഈക്വൽ ടു എ റേസ് ടു എസ്. ഇനിയാണ് ഇത് ഞാൻ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനിയാണ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യാൻ പോണത്, ഐഡന്റിറ്റി എലമെന്റ് ഇതിലുണ്ടെന്നും ഇൻവേഴ്സ് ഇതിലുണ്ടെന്നും പ്രൂവ് ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എ റേസ് ടു മൈനസ് എസ് കൊണ്ട് ഞാൻ രണ്ട് സൈഡിലും എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എ റേസ് ടു എസ്, എ റേസ് ടു മൈനസ് എസ് കിട്ടി, എ റേസ് ടു എസ് ഇൻറ്റു എ റേസ് ടു മൈനസ് എസ് കിട്ടി. ഇത് ആക്ച്വലി എ റേസ് ടു മൈനസ് എസ് അല്ല, എ റേസ് ടു എസിന്റെ ഇൻവേഴ്സ് ആണ്. അതിനെയാണ് ഞാൻ എന്ത് എഴുതിയിട്ടുള്ളത്, എ റേസ് ടു മൈനസ് എസ് എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിനെ കിട്ടും, ഐഡന്റിറ്റീനെ കിട്ടും. അപ്പൊ നമുക്ക് അറിയണ കാര്യം എന്താ, അപ്പൊ നമുക്ക് ഈ സാധനം എ റേസ് ടു ആറും എ റേസ് ടു മൈനസ് എസും എന്താണ്, എച്ചിലുള്ള എലമെന്റ്സ് ആണല്ലോ. അപ്പൊ അത് രണ്ടും ക്ലോസ്ഡ്, ഈ രണ്ട് എലമെന്റ്സിന് എടുത്തു. അപ്പൊ ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് എ റേസ് ടു ആറ് ഇൻറ്റു എ റേസ് ടു മൈനസ് എസ് എവിടെ ഉണ്ടായിരിക്കും, ഇത് എവിടെ ഉണ്ടായിരിക്കും, എച്ചിലുണ്ടായിരിക്കും. അതായത് എ റേസ് ടു ആർ മൈനസ് എസ് നമുക്ക് ഇപ്പൊ എന്ത് കിട്ടിയിട്ടുണ്ട്, ഐഡന്റിറ്റി ആണ് കിട്ടിയിട്ടുണ്ട്. ഇത് എവിടെ ഉണ്ട്, ഇത് നമുക്ക് എച്ചിലുണ്ടെന്ന് കിട്ടി. അപ്പൊ ആറ് ഗ്രേറ്റർ ദാൻ എസ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം, ആർ മൈനസ് എസ്. ഇത് കാണുമ്പോ നമുക്ക് എന്ത് തോന്നും, 1 എന്നൊക്കെ ഗ്രേറ്റർ ദാൻ 0 എന്നല്ലേ നമുക്ക് ഇവിടുന്ന് കിട്ടണുള്ളൂ. പിന്നെ എന്താ ഞാൻ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാൻ കാരണം എന്താ, ഇത് എഴുതുമ്പോ സാധാരണ വരുന്ന ഡൗട്ടാണ്, ആർ മൈനസ് എസ് ഗ്രേറ്റർ ദാൻ 0 എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതെന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാൻ കാരണം, മീൻസ് ഇത് ഇൻറ്റീജേഴ്സ് ആണ്. ഡിഫറെന്റ് ആയ ഇൻറ്റീജേഴ്സ് അറ്റ്ലീസ്റ്റ് 1 എങ്കിലും ഡിഫറെന്റ് ആവില്ലേ. അതുകൊണ്ടാണ് ആർ മൈനസ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് പറയാം, എ റേസ് ടു ആർ മൈനസ് എസ് ഇ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഇത് എവിടെ ഉണ്ടെന്ന് കിട്ടി, നമുക്ക് എച്ചിൽ ഉണ്ടെന്ന് കിട്ടി. കാരണം അത് ക്ലോസ്ഡ് ആയതുകൊണ്ട്, എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇത് എന്തുണ്ടാവും, ഈ എച്ചിൽ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇൻവേഴ്സ് എലമെന്റ് ഇവിടെ ഉണ്ട് എന്നാണ്. അപ്പൊ ഞാൻ എന്തെടുത്തു, ഇപ്പൊ എ ഈക്വൽ ടു ഇ എവിടെ ഉണ്ട്, ഇതിൽ രണ്ട് കേസ് ആയിട്ടാണ് ചെയ്യണത്. ഈ എ എന്ന് പറയുന്ന ആള് ഐഡന്റിറ്റി ആണെന്നും പറഞ്ഞിട്ട് ചെയ്യണ്ട, അതുപോലെ ഐഡന്റിറ്റി അല്ലാത്ത കേസും ചെയ്യണ്ടേ. എ ഇ ആണെങ്കിൽ നിങ്ങൾക്കറിയോ, മറ്റേ ഐഡന്റിറ്റിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് തന്നെ ആയിരിക്കും. എ ഇ ആണ്, അപ്പൊ അതിന്റെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇ ആണ്. ഇ ഓൾറെഡി എവിടെയാണ്, എച്ചിൽ ഉണ്ടെന്ന് നമ്മൾ ഇപ്പൊ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത് നമ്മൾ പറയണത് എ നോട്ട് ഈക്വൽ ടു ഇ ആണെങ്കിൽ അപ്പൊ എന്താ സംഭവിക്കുക, അതിന്റെ ഇൻവേഴ്സ് ഉണ്ടെന്ന് എങ്ങനെയും കാണിക്കണല്ലോ. കേസ് 2 ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, എ നോട്ട് ഈക്വൽ ടു ഇ എന്നെടുത്തു.
ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് r മൈനസ് എസ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ ഇങ്ങനെ പറഞ്ഞേക്കുന്ന r മൈനസ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഈ 1ന്റെ അടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എന്ത് വരും? r മൈനസ് എസ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. എന്തായാലും a റേസ് ടു r മൈനസ് എസ് മൈനസ് 1 എവിടെ ഉണ്ടായിരിക്കും? ക്ലോസ്ഡ് അണ്ടർ ഓപ്പറേഷൻ ആയതുകൊണ്ട് h ഉണ്ടായിരിക്കും. സിൻസ് h ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞത് കൊണ്ട് a റേസ് ടു r മൈനസ് എസ് മൈനസ് 1 എവിടെ ഉണ്ടാവും? h ഉണ്ടാവും. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ a റേസ് ടു r മൈനസ് എസ് ഇൻറ്റു a റേസ് ടു മൈനസ് 1 എലമെന്റ് ഓഫ് h എന്ന് കിട്ടിയല്ലോ. ഈ a റേസ് ടു r മൈനസ് എസ് എന്താന്നാ പറഞ്ഞ്? e ഇൻറ്റു a ഇൻവേഴ്സ് എലമെന്റ് ഓഫ് h എന്ന് കിട്ടി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? a ഇൻവേഴ്സ് എലമെന്റ് ഓഫ് h എന്ന് കിട്ടി. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇൻവേഴ്സ് എലമെന്റും കൂടി അതിന്റെ ഉള്ളിലുണ്ടെന്ന് കിട്ടി. അതും പോരെ, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെന്ന് കാണിച്ചു, അതേപോലെ തന്നെ ഇൻവേഴ്സ് എലമെന്റ് ഉണ്ടെന്ന് കാണിച്ചു. അസോസിയേറ്റീവ് ഉണ്ട് എന്ന് പറയാനും എളുപ്പമാണ്. കാരണം എന്താണ്? നമുക്ക് വേണമെങ്കിൽ എ ബി സി എവിടുന്ന് എടുത്തു? എ ബി സി എന്ന് പറഞ്ഞിട്ട് എച്ച് നിന്ന് എടുക്കുകയാണെങ്കിൽ അത് എവിടെയും കൂടി ഉണ്ടാവും? എ ബി സി ജിയിൽ ഉണ്ടാവും. അപ്പൊ ആ ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ എന്ത് നമുക്ക് കാണിക്കാം? എ ഇൻറ്റു ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി ഫോർ ഓൾ എ ബി സി എലമെന്റ് ഓഫ് ജി, സിൻസ് ജി ഈസ് എ ഗ്രൂപ്പ്. അപ്പൊ അത് പറഞ്ഞിട്ട് നമുക്ക് അസോസിയേറ്റീവ് ഉണ്ടെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ഇതിപ്പോ എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു സംഭവം. അടുത്തത് കണ്ടോ, ജനുവരി 2026 3 മാർക്കിന് ഈ ഒരു സംഭവമാണ് ചോദിച്ചത്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ബി ആണ് ചോദിച്ചതെങ്കിലും നമുക്ക് ഇതിന്റെ ഉള്ളില് എനെ യൂസ് ചെയ്യണുണ്ട്. അപ്പൊ അതും കൂടി പ്രൂവ് ചെയ്യണം. ഇപ്പൊ നോക്കൂ, നമ്മുടെ കയ്യില് നമ്മൾ ഹോമോമോർഫിസം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എഫ് എക്സ് മറ്റേ ഇ റേസ് ടു എക്സ് പ്ലസ് വൈന്റെ കേസിൽ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അതെന്തായിരുന്നു? എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. അത് ഈ പ്ലസും ഇൻറ്റു എന്നുള്ളതൊക്കെ അവർ ഡിഫൈൻ ചെയ്ത് തരുന്ന പോലെ ഇരിക്കും. അപ്പൊ ഇവിടെ ഞാൻ എന്താണ് ഇവിടുത്തെ പ്രൂഫിൽ എടുത്തിട്ടുള്ളത്? ജി ഡോട്ടും എച്ച് സ്റ്റാർ ബി എ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്റ്റീവ് ഐഡന്റിറ്റി. ജിയിലുള്ള ഐഡന്റിറ്റി ആണ് ഇ ജി, എച്ചിലുള്ള ഐഡന്റിറ്റി ആണ് ഇ എച്ച്. നമ്മൾ പറയണത് എഫ് ഫ്രം ജി ടു എച്ച് ഈസ് എ ഹോമോമോർഫിസം ആണെങ്കിൽ എന്തൊക്കെ പ്രൂവ് ചെയ്യാം? എഫ് ഓഫ് ഇ ജി ഈക്വൽ ടു ഇ എച്ച്, എഫ് ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ഇൻവേഴ്സ്, എഫ് ഓഫ് എ റേസ് ടു എൻ ഈക്വൽ ടു എഫ് ഓഫ് എ റേസ് ടു എൻ. പിന്നെന്താ പ്രൂവ് ചെയ്യാനുള്ള? എഫ് ഓഫ് എച്ച് ഈ സബ് ഗ്രൂപ്പ് ഓഫ് എച്ച് ഫോർ ഈച്ച് സബ് ഗ്രൂപ്പ് എസ് ഓഫ് എച്ച്, എസ് ഓഫ് ജി. ഇവിടെ പറയുന്നത് ജിയുടെ സബ് ഗ്രൂപ്പ് ആണ് എസ് എങ്കിൽ എഫ് ഓഫ് എസിന്റെ സബ് ഗ്രൂപ്പ് ആണ് എച്ച് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതില് ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്കൂ, ഈ എഫിന്റെ ഉള്ളില് എഴുതുമ്പോൾ നമ്മൾ ഡോട്ട് എന്നും എഫിന്റെ പുറത്തേക്ക് എഴുതുമ്പോൾ ഓപ്പറേഷൻ സ്റ്റാർ എന്നും എഴുതാൻ മറക്കരുത്. അപ്പൊ നോക്കൂ, എഫ് ഓഫ് ഇ എച്ച്, എച്ചിന്റെ ഐഡന്റിറ്റി ആണ് ആര്? ഇ എച്ച്. ഇ എച്ച് സ്റ്റാർ എഫ് ഓഫ് ഇ ജി നമുക്ക് എന്ത് കിട്ടും? കാരണം എച്ച് ഇ എച്ച് ഈസ് ഐഡന്റിറ്റി ഇൻ എച്ച് ആയതുകൊണ്ട് നമുക്ക് ഐഡന്റിറ്റിയുടെ ഡെഫിനിഷൻ മറന്നിട്ടില്ലല്ലോ. ഇ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമുക്ക് എ തന്നെ കിട്ടണം. ആ എ ആണ് ആര് ഇവിടെ? എഫ് ഓഫ് ഇ ജി. ഇവിടെ ജിയും എച്ച് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇ മാത്രം എഴുതാന് ഇ എച്ച് എന്ന് എഴുതിയേക്കണേ. ഇപ്പൊ എഫ് ഓഫ് ഇ ജിയുടെ പുറത്താണല്ലോ ഓപ്പറേഷൻ. അപ്പൊ എനിക്ക് എന്താണ് എഴുതേണ്ടത്? സ്റ്റാർ. അപ്പൊ ഇ എച്ച് സ്റ്റാർ എഫ് ഓഫ് ഇ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് ഇ ജി എന്ന് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്തു? ഐഡന്റിറ്റി എലമെന്റ് ഇൻറ്റു ഐഡന്റിറ്റി എലമെന്റ് നമുക്ക് എന്തെന്നെ കിട്ടാൻ പോണ? ഐഡന്റിറ്റി എലമെന്റ് ആണ്. അപ്പൊ എഫിന്റെ ഉള്ളിൽ എഴുതുമ്പോൾ ഡോട്ട് എഫ് ഓഫ് ഇ ജി ഡോട്ട് ഇ ജി ഡോട്ട് ഇ ജി എന്ന് എഴുതി, സിൻസ് ഇ ജി ഇസ് ആൻ ഐഡന്റിറ്റി ഇൻ ജി. ഇനി ഉള്ളില് ഡോട്ട്, അത് ഹോമോമോർഫിസം ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ആ കണ്ടീഷൻ എന്താവും വരിക? എഫ് ഓഫ് ഇ ജി പുറത്തത്തെ എന്താണ്? സ്റ്റാർ എഫ് ഓഫ് ഇ ജി. ഇങ്ങനെ എഴുതാൻ കാരണം എന്താണ്? ഹോമോമോർഫിസം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. നമുക്കിത് ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ പ്രകാരം ഇത് രണ്ടും വെട്ടിക്കളഞ്ഞ് നമുക്ക് ആവശ്യമുള്ള സംഭവം കിട്ടിയില്ലേ? ഇ എച്ച് ഈക്വൽ ടു എഫ് ഓഫ് ഇ ജി എന്ന് കിട്ടിയില്ലേ? ബൈ റൈറ്റ് ക്യാൻസലേഷൻ ലോ നമുക്ക് എന്ത് കിട്ടി? ഇ എച്ച് ഈക്വൽ ടു എഫ് ഓഫ് ഇ ജി എന്ന് കിട്ടി.
ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എഫ് ഓഫ് എ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ആണ് ആര്? ഇവിടെ പറയണത് എഫ് ഓഫ് എന്റെ ഇൻവേഴ്സ് ആണ് എഫ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്തെടുത്തു? നമ്മൾ ചെയ്യാൻ പോവാണ് എയും എ ഇൻവേഴ്സും ജിന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എ ഇൻറ്റു എ ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും? ജിയിൽ ഉണ്ടാവും. ഇത് എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആൾ ആരാണ്? ഇത് രണ്ടും ഒന്നാണ്. എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആള് ഐഡന്റിറ്റി ആണ്. എവിടുത്തെ ഐഡന്റിറ്റി? നമ്മൾ ജിന്നാണ് എടുത്തേക്കുന്നത്. അപ്പൊ ജിയിലെ ഐഡന്റിറ്റി ആണ് ആര്? എ ഇൻറ്റു എ ഇൻവേഴ്സ്. എനിക്ക് എഫ് അപ്ലൈ ചെയ്യാലോ. അപ്പൊ എഫ് അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ ജി എന്ന് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എഫ് ഓഫ് ഇ ജി എന്ന് പറഞ്ഞു. എഫ് ഓഫ് ഇ ജിയുടെ വാല്യൂ എന്താ? അതിപ്പോ തന്നെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇ എച്ച് ആണത് അല്ല. എഫ് ഓഫ് ഇ ജി ഈക്വൽ ടു ഇ എച്ച് ആണ്. ഇത് ഹോമോമോർഫിസ് ആണല്ലോ. ഇവിടെ നമുക്ക് പറയാം ബൈ എ എന്ന് പറഞ്ഞിട്ട് എഴുതി. ഹോമോമോർഫിസ് ആണല്ലോ ഈ സംഭവം. ഹോമോമോർഫിസ് ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ എച്ച്. സ്പ്ലിറ്റ് ചെയ്തൂടെ? ഈ സംഭവത്തിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഹോമോമോർഫിസ് ആയതുകൊണ്ട് അതാ കണ്ടോ, ഞാൻ അടക്കം തെറ്റിക്കുന്നുണ്ട്. എഫ് ഓഫ് എ സ്റ്റാർ ആണ് ഇവിടെ എഴുതേണ്ടത്. കാരണം എന്താ? എഫ് ഓഫ് എന് പുറത്ത് എഴുതുമ്പോ എന്ത് എഴുതണം? സ്റ്റാർ ആണ് എഴുതേണ്ടത്. ഉള്ളിൽ എഴുതുമ്പോഴാണ് ഡോട്ട് വരിക. ഇപ്പൊ നമുക്ക് എന്താണ് മനസ്സിലായത്? എഫ് ഓഫ് എയുടെ രണ്ട് എലമെന്റ്സ് കൂടി ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഐഡന്റിറ്റി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് എലമെന്റ്സ് എന്താണ്? ഇൻവേഴ്സ് ടു ഈച്ച് അതർ ആണ്. ഇതിന് നമുക്ക് എന്ത് മനസ്സിലായി? എഫ് ഓഫ് എ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എഫ് ഓഫ് എയുടെ ഇൻവേഴ്സ് ആണ് ആര്? ഇതിന്റെ ഇൻവേഴ്സ് ആണ് ആര്? ബി. ഇതാണ് എന്റെ എ, ഇതാണ് എന്റെ ബി. എന്റെ ഇൻവേഴ്സ് ആണ് ബി. അപ്പൊ എഫ് ഓഫ് എയുടെ ഇൻവേഴ്സ് ആണ് ആര്? എഫ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് നമുക്ക് കിട്ടി. കഴിഞ്ഞോ? ഇനി രണ്ടെണ്ണം കൂടി പ്രൂവ് ചെയ്യാനല്ലേ. അപ്പൊ ഇത് രണ്ടെണ്ണം കൂടി പ്രൂവ് ചെയ്യാം. ഇത് ഞാൻ എ എലമെന്റ് ഓഫ് ജി എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു എ എവിടെ ഉണ്ടാവും? ജിയിലുണ്ടാവും. കാരണം എന്താ? ക്ലോഷ്യർ പ്രോപ്പർട്ടി. ഇനി എ ഇൻറ്റു എ എവിടെ ഉണ്ടാവും? ജി ഉണ്ടാവും. കാരണം ക്ലോഷ്യർ പ്രോപ്പർട്ടി. എ ക്യൂബ് എലമെന്റ് ഓഫ് ജി. ഇങ്ങനെ പറഞ്ഞു പോവാണെങ്കിൽ എന്ത് വരും? എ റേസ് ടു എൻ എലമെന്റ് ഓഫ് ജി എന്ന് കിട്ടിയില്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എഫ് ഓഫ് എ ഇൻറ്റു എക്സെട്ര എ ചെയ്ത് കഴിഞ്ഞപ്പോ ഹോമോമോർഫിസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എഫ് ഓഫ് എ സ്റ്റാർ. ഇത് n ടൈംസ് ആണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്? കണ്ടോ, n ടൈംസ് ആണ് ഇവിടെ എഴുതി പോയിട്ടുള്ളത്. അപ്പൊ ഇവിടെ എഫ് ഓഫ് എ സ്റ്റാർ എക്സെട്ര എഫ് ഓഫ് എ സ്റ്റാർ എത്ര വട്ടം ഉണ്ടായിരിക്കും? n ടൈംസ് ഉണ്ടാവും. ഈ ഉള്ളിലുള്ള ആളെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എ റേസ് ടു എൻ ഈക്വൽ ടു എഫ് ഓഫ് എ റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി അടുത്ത നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? എസ് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ് അവർ തന്നിട്ടുണ്ട്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എസ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് എച്ച് എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്ക് എന്താണ്? നോൺ എം ടി ആന്ന് പറയണല്ലോ. അതുപോലെ ഇൻവേഴ്സ് നേരത്തെ തീരപ്രകാരം നോൺ എം ടി ക്ലോസറും ഇൻവേഴ്സ് ഉണ്ട് എന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കാര്യം അങ്ങോട്ട് തീർന്നു. അപ്പൊ എസ് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. നമ്മൾ എടുത്തിട്ടുണ്ട് എസ് നോട്ട് ഈക്വൽ ടു 5 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എസ് നോട്ട് ഈക്വൽ ടു 5 ആണ്. അത് നമ്മൾ നോൺ എം ടി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എസ് ഈസ് നോൺ എം ടി എന്നുള്ളത് കിട്ടി. അടുത്ത നമ്മൾ എന്ത് പറയുന്നു? എക്സും വൈയും എവിടുന്ന് എടുത്തു? എഫ് ഓഫ് എസിന് എടുത്തു. എഫ് ഓഫ് എസിലുള്ള എലമെന്റ്സിന്റെ ഒക്കെ രൂപം എങ്ങനെയാണ് ഉണ്ടാവുക? ഇപ്പൊ നമ്മൾ രണ്ട് എലമെന്റ്സ് എച്ചിന്ന് എടുത്തു കഴിഞ്ഞാൽ എച്ചിലുള്ള എലമെന്റ്സ് ഒക്കെ എങ്ങനെ ഇരിക്കണേന്ന് പറയാറില്ലേ? അതേപോലെ ഇവിടെ എന്തായിരിക്കും? അത് എഫ് ഓഫ് എസിലുള്ള എലമെന്റ്സിന്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എ, എഫ് ഓഫ് ബി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ, വൈ ഈക്വൽ ടു എഫ് ഓഫ് ബി. എയും ബി എല്ലാം എവിടെയുണ്ട്? എസിന്നുണ്ട്. എസ് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് സ്റ്റാർ വൈ. എച്ച് സ്റ്റാർ വൈക്ക് പകരം നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എ സ്റ്റാർ. എഫിന്റെ പുറത്ത് എഴുതുമ്പോൾ ഞാൻ സ്റ്റാർ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് ഓഫ് എ, അതുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയാലും മതി ട്ടോ. എഫ് ഓഫ് എ സ്റ്റാർ ഇങ്ങനെ ഇവിടുന്ന് എഫ് ഓഫ് എസ് എടുക്കുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ, എഫ് ഓഫ് ബി എലമെന്റ് ഓഫ് എസ് എന്ന് എടുത്തിട്ട് എഫ് ഓഫ് എ സ്റ്റാർ എഫ് ഓഫ് ബി എലമെന്റ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റാർ തന്നെയാണ് യൂസ് ചെയ്യണത് എന്നുള്ളത് കൺഫ്യൂഷൻ വരില്ലല്ലോ. അതാണ് പറയണത്. പിന്നെ എഫിന്റെ ഉള്ളിലല്ല,
എഫിന്റെ ഉള്ളിലുള്ള ആളെ തന്നെയാണ് നമ്മൾ ഡോട്ട് എന്ന് പറയുള്ളൂ. എഫ് ഓഫ് എ സ്റ്റാർ എഫ് ഓഫ് ബി എന്ന് എടുത്തു, ഈക്വൽ ടു എന്ത് കിട്ടും? എഫ് ഓഫ് എ ഡോട്ട് ബി എന്ന് കിട്ടി. അതെന്തായാലും എ ഇൻറ്റു ബി എവിടെ ഉണ്ടായിരിക്കും? എ ബി എലമെന്റ് ഓഫ് എസ് ആയിരിക്കും. കാരണം എന്താ? എസ് ആരാണ്? സബ് ഗ്രൂപ്പ് ആണ്. അപ്പോ എലമെന്റ് ഇത് എവിടെ ഉണ്ടാവും? എലമെന്റ് ഓഫ് എഫ് ഓഫ് എസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ക്ലോസ്ഡ് അണ്ടർ സ്റ്റാർ ആണ്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാണ്ടല്ലോ, ഇൻവേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ ഇൻവേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം? എക്സിന്റെ ഇൻവേഴ്സ്, എക്സ് നമ്മൾ എന്താ എടുത്തേക്കണേ? എഫ് ഓഫ് എ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എന്റെ ഇൻവേഴ്സ്.